നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഇതിഹാസത്തെ കേരളത്തിന് സമ്മാനിച്ചിട്ട് ആ അമ്മ മടങ്ങി. മോഹൻലാലിൻ്റെ, നമ്മുടെയൊക്കെ ലാലേട്ടൻ്റെ അമ്മ മരണപ്പെട്ടതോടുകൂടി കേരളം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു വാചകമാണ് ഇത്. നമുക്ക് സുപരിചിതയാണ് മോഹൻലാലിൻ്റെ അമ്മ. എന്നാൽ അധികം മാധ്യമങ്ങൾക്ക് മുൻപിലേക്കൊന്നും ആ അമ്മ വന്നിട്ടില്ല. പക്ഷേ വരുമ്പോഴൊക്കെയും മോഹൻലാലിനെ കുറിച്ചുള്ള സ്നേഹവും ആ വാത്സല്യവും ഒക്കെ ആ അമ്മയിൽ നിന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ആ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സിനിമയിൽ ഈ കിടന്ന് കുത്തിമറിയുന്നതും തലകുത്തി ചാടുന്നതും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ വീട്ടിൽ കിടന്ന് കാണിക്കുന്നതാണ് എന്ന് ആ അമ്മ ഒരു തവണ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ. എത്ര വലുതായിട്ടും മകൻ തനിക്കിപ്പോഴും ആ ചെറിയ കുട്ടി തന്നെയാണ് എന്നുള്ളത് ആ അമ്മയുടെ ഓരോ വാക്കിലൂടെയും നമ്മൾ കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചതിന് ശേഷമുള്ള നിമിഷങ്ങൾ വാർത്തകളിലൂടെ എല്ലാവരും കാണുന്നുണ്ട്. എന്നാൽ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത് അതിൽ അമ്മയുടെ മൃതദേഹത്തിനരികെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മോഹൻലാലിൻ്റെ ചിത്രങ്ങളായിരുന്നു. ആ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പലരും പല കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. എന്തൊരു മനുഷ്യനാണിത് എന്നുള്ള ചില ചോദ്യങ്ങൾ അതിലുണ്ട്. അതായത് അദ്ദേഹം എന്തിനാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടല്ല ആ ഒരു ചോദ്യം, മറിച്ച് ആ മനുഷ്യൻ അമ്മ മരിച്ച് തൻ്റെ മുൻപിൽ ആ അമ്മയുടെ മൃതദേഹം കിടത്തിയിരിക്കുമ്പോഴും തനിക്ക് മുന്നിലേക്ക് വരുന്ന, അതായത് അനുശോചനം അറിയിക്കാനായിട്ട് തനിക്ക് മുന്നിലേക്ക് വരുന്ന ഓരോ മനുഷ്യനെയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് ആ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പലരും പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. അവിടെയാണ് ഇതെന്ത് മനുഷ്യനാണ്, ഇപ്പോഴും ഇയാൾ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ മനുഷ്യനിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടല്ലോ എന്നുള്ള തരം കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ട്. ചില കമൻറ്റുകൾ ഇങ്ങനെയാണ് വരുന്നത്. അതായത് അമ്മയുടെ മരണത്തിൻ്റെ വേദന കടിച്ചമർത്തിക്കൊണ്ട് ആ മനുഷ്യൻ അപ്പോഴും ഒരു ചിരിയോടെ അവിടെ നിൽക്കുകയാണ് എന്നുള്ളത്. എന്നാൽ അനുചന്ദ്ര എന്നൊരാൾ പങ്കുവെച്ച ഒരു പോസ്റ്റ് ഏറെ വൈകാരികമായി തോന്നി. ആ കുറിപ്പ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പുഞ്ചിരിക്കുന്ന മുഖം. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് അനുശോചന സന്ദർശനം നടത്തുന്ന മനുഷ്യരെ നോക്കി സൗമ്യമായി പുഞ്ചിരിക്കുന്ന മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയ്ക്ക് താഴെയായി ഏറ്റവും അധികമായി വന്ന കമൻറ്റ് അദ്ദേഹം വേദന ഉള്ളിലടക്കി പുറമേക്ക് ചിരിക്കുന്നു എന്നാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ആ ഒരു വശത്തെക്കുറിച്ചല്ല, മറിച്ച് മറ്റൊരു വശത്തെക്കുറിച്ചാണ്. മോഹൻലാൽ കാണിക്കുന്ന സംയമനത്തെക്കുറിച്ച്. അമ്മയെ നഷ്ടപ്പെട്ട ഒരാളെന്ന വ്യക്തിഗത ദുഃഖത്തിനിടയിലും തൻ്റെ മുന്നിലെത്തിയ ഓരോ മനുഷ്യനെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം, അവരെ പരിഗണിക്കാനുള്ള ശാന്തമായ ഭാഷയായി മാറിയ ആ ചിരി, സ്വന്തം ദുഃഖം പൊതുസ്ഥലത്ത് മറ്റുള്ളവർക്ക് അസ്വസ്ഥതയായി മാറരുതെന്ന ബോധം, ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ സംയമനം. അതായത് വേദന ഒളിപ്പിച്ചതല്ല അത്, മറിച്ച് വേദനയെ മാന്യതയാക്കി മാറ്റിയ ഒരു മനുഷ്യൻ്റെ നിലപാട് മാത്രമാണത്. നോക്കൂ, ചിലർക്ക് വേദന കരച്ചിലായി പുറത്തു വരും, ചിലർക്കത് മൗനമായി അടിഞ്ഞുകൂടും. പക്ഷേ സ്വന്തം ദുഃഖത്തിനിടയിലും മറ്റുള്ളവരുടെ മനസ്സിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ലാലേട്ടൻ്റെ ഈ ഒരു അവസ്ഥയില്ലേ, അതൊരിക്കലും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാലം, നഷ്ടങ്ങൾ, ഉത്തരവാദിത്തം, ആത്മബോധം ഇവയൊക്കെ ചേർന്ന് മനുഷ്യനിൽ പതിഞ്ഞു പോകുന്നൊരവസ്ഥയാണത്. ശാന്തമായ ഒരവസ്ഥ. എല്ലാവർക്കും അത് വരണമെന്നില്ല, തീർച്ച. പക്ഷേ നോക്കൂ, ആ അമ്മ മകൻ ബന്ധത്തിൻ്റെ ശാന്തത എൻ്റെ ഹൃദയത്തിൽ തൊടുന്നു. എനിക്ക് മാത്രമാകില്ല, അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലൊരു സമാന അനുഭവം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം അതത്ര ലളിതമല്ലാത്ത ഒരു ശാന്തതയാണ്. ഇതായിരുന്നു അനുചന്ദ്ര പങ്കുവെച്ച ആ ഒരു കുറിപ്പ്. ശരി തന്നെ ആയിരിക്കാം, അദ്ദേഹം അപ്പോഴും തൻ്റെ മുന്നിലേക്ക് തൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാനായി എത്തിയ, അനുശോചനം അറിയിക്കാൻ എത്തുന്ന ഓരോ മനുഷ്യനെയും ആ നിമിഷവും അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ മുഖത്തുണ്ടായ ചിരി. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ പറയുന്ന സെലിബ്രിറ്റികളുടെയൊക്കെ ഒരു ജീവിതം. അവർക്കും അവരുടേതായിട്ടുള്ള വൈകാരികമായ ഓരോ അനുഭവങ്ങളും നിമിഷങ്ങളും ഒക്കെ ഉണ്ട്. അവിടങ്ങളിലേക്ക് അധികം കടന്നുകയറ്റം ആരും നടത്തരുത് എന്നാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അനുശോചനം അറിയിക്കാൻ പോകുന്ന എല്ലാ മനുഷ്യരും അവസാനമായി ഈ ഒരു മഹാനടനെ നമുക്ക് സമ്മാനിച്ച അമ്മയെ കാണുന്നതിന് വേണ്ടി തന്നെ പോയതായിരിക്കാം. എന്നാൽ ഇപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. മാധ്യമങ്ങളുടെ അതിര് കടന്നു പോകുന്ന ചില ഇടപെടലുകൾ പലയിടത്തും അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കൂടിയാണ്. ശ്രീനിവാസൻ്റെ മരണസമയത്ത് നമ്മൾ കണ്ടതാണ്. ആ കുടുംബത്തെ, അവർക്ക് സ്വകാര്യതയുണ്ട്, അവരുടെ ദുഃഖം അതെല്ലാവരുടെയും മുൻപിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല. പക്ഷേ അവിടെ മാധ്യമങ്ങൾ കാണിച്ച കോലാഹലങ്ങൾ പലരും വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു.
ആ മനുഷ്യന് അന്തിമോപചാരം അർപ്പിക്കാൻ, ആ മനുഷ്യനെ ഒരു നോക്ക് കാണാൻ വലിയൊരു ജനസമൂഹം, ജനസാഗരം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മാധ്യമങ്ങൾ ഒരു തടസ്സമാകാതെ മാറിക്കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ബ്രേക്കിങ്ങും അതുപോലെ തന്നെ ആദ്യ വീഡിയോ ഞങ്ങൾക്ക് പങ്കുവെക്കണം എന്നൊക്കെയുള്ള ദുശാഠ്യവും ശാഠ്യം പിടിക്കലും ഒക്കെ ചില മാധ്യമങ്ങൾക്കുണ്ടല്ലോ. അതൊക്കെ മരണ വീടുകളിലെങ്കിലും ഒന്ന് മാറ്റിവെക്കുക. ലാലേട്ടൻ കാണിച്ചു തന്ന ഈ ഒരു മാതൃകയുണ്ടല്ലോ, തൻ്റെ മുന്നിലേക്ക് വരുന്ന എല്ലാ മനുഷ്യരെയും പരിഗണിക്കാനുള്ള ഒരു മാതൃക, അത് സമൂഹം കണ്ടു പഠിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ മാറി എവിടെയെങ്കിലും നിൽക്കാമായിരുന്നു, ഇരിക്കാമായിരുന്നു. പക്ഷേ അപ്പോഴും അതൊന്നും ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. തൻ്റെ അമ്മയെ കാണാൻ വരുന്ന ഓരോ മനുഷ്യരോടും അദ്ദേഹം ഒരു പുഞ്ചിരി കൊടുത്തുകൊണ്ടാണ് അവരെ എല്ലാവരെയും അദ്ദേഹം സ്നേഹത്തോടെ ഓർത്തത്. ഇതേപോലെ എനിക്ക് തോന്നിയ മറ്റൊരു വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ. അതായത് ഉമ്മൻചാണ്ടി മരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ മണിക്കൂറുകളോളമായിരുന്നു അവിടെ നിന്നിരുന്നത്. മരണസമയം മുതൽ പുതുപ്പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുന്ന ആ സമയം വരെ ആ മനുഷ്യൻ ഒറ്റ നിൽപ്പായിരുന്നു. തൻ്റെ മുൻപിലേക്ക് വന്ന ഓരോ മനുഷ്യരെയും കാണാൻ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യർക്കും കഴിയുന്ന കാര്യങ്ങളല്ല ഇതൊന്നും, ചിലർക്ക് മാത്രം കഴിയുന്നതാണ്. ചാണ്ടിയുമ്മനും മോഹൻലാലും ഒക്കെ അത്തരത്തിൽ വലിയ വലിയ മാതൃകകളാണ്. സമൂഹത്തിന് അവർ ഓരോ പാഠവും കൂടിയാണ് പഠിപ്പിച്ചു തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതും കൂടിയാണ്. എന്തായാലും മോഹൻലാലിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ വേദനയിൽ കേരളം ഒന്നടങ്കം പങ്കുചേരുന്നുണ്ട്. കാരണം മോഹൻലാൽ എന്ന നടനെ, ലാലേട്ടൻ എന്ന വിസ്മയത്തെ മലയാളത്തിന് സമ്മാനിച്ചത് ആ അമ്മയാണ്. ആ അമ്മയ്ക്ക് കോടി പ്രണാമം. അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളതും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി ഓർമ്മയാകുമ്പോൾ മലയാളികളുടെ മനസ്സിൽ നിറയുന്നത് അമ്മയെക്കുറിച്ച് മഹാപ്രതിഭ പറഞ്ഞ പല വാക്കുകളുമായിരിക്കും. പല വേദികളിലും അമ്മയെക്കുറിച്ച് വാചാലനാകാറുള്ള മോഹൻലാലിനെ പല ആവർത്തി മലയാളികൾ കണ്ടിട്ടുമുണ്ട്. മകനോടുള്ള അളവറ്റ വാത്സല്യത്തിൻ്റെ ഉദാഹരണമായിരുന്നു ശാന്തകുമാരി അമ്മ. 2 വർഷം മുൻപുള്ള ഓണക്കാലത്ത് എഴുതിയ കുറിപ്പിൽ മോഹൻലാൽ അമ്മയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എൻ്റെ അമ്മ കുറച്ച് വർഷങ്ങളായി കിടപ്പിലാണ്. ധാരാളം സംസാരിക്കുമായിരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല. കണ്ണുകളിലൂടെയാണ് ഞാനും അമ്മയും ഇപ്പോൾ കൂടുതൽ മിണ്ടാറുള്ളത്. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാണ് ഞാൻ ആ സ്നേഹവും വാത്സല്യവും അറിയുന്നത്. ചിലപ്പോൾ അമ്മ എന്നെ ഒന്ന് തൊടും, തല ഒന്നിളക്കും. അതിലൊക്കെ ഇപ്പോൾ ഒരു ഭാഷ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നു. പണ്ട് അമ്മ എനിക്ക് ഉരുള ഉരുട്ടി തരുന്നത് പോലെ ഞാൻ അമ്മയ്ക്ക് ഉരുള നൽകും. ഞാനും ഭാര്യ സുചിത്രയും കഴിക്കുന്നത് നോക്കി അമ്മ കിടക്കും. തൊട്ടിരിക്കുക എന്ന് പറയാറില്ലേ, ആ തൊടലിലൂടെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറയാതെ പറയുന്നുണ്ടാകണം. ഇതായിരുന്നു അദ്ദേഹം അന്ന് പങ്കുവെച്ച ആ ഒരു കുറിപ്പ്. അതിലുണ്ട് അവർ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ ഓരോ നൂലിഴ അടുപ്പവും. അമ്മയ്ക്ക് വയ്യാതാകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം ഒരുപാട് വിഷമിച്ച ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന സമയത്തൊക്കെ അത് അമ്മയൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയുന്ന വൈകാരികമായ മുഹൂർത്തവും നമ്മൾ കണ്ടു കഴിഞ്ഞതാണല്ലോ. നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളായി വയ്യാതെ കിടക്കുന്ന ഒരാൾ. പലപ്പോഴും നമ്മുടെ വീടുകളിൽ പോലും അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അതായത് ഒന്ന് എഴുന്നേക്കാൻ പോലും കഴിയാതെ, പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോലും കഴിയാതെ, മക്കളോടൊന്ന് സ്നേഹം പോലും പ്രകടിപ്പിക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. ഓരോ വീടുകളിലുമുണ്ട് ഇതുപോലെ ഓരോ അമ്മമാരും അച്ഛന്മാരും ഒക്കെ. അവർ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദനയും കൂടിയുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പോലും പറയാറില്ലേ, കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ദൈവമേ അങ്ങ് എടുത്തോണേ എന്നൊക്കെ പറയുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. കാരണം ആ കിടക്കുന്നവരുടെ വേദന നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് ഒരു വശം. മോഹൻലാലിനും ആ ഒരു അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാകാം. കാരണം അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ. കാരണം എന്നും നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ടുള്ള, കൈപിടിച്ച് നടത്തിയിട്ടുള്ള ഒരാൾ കിടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന, അതൊക്കെ ആ മനുഷ്യൻ എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മോഹൻലാലിനെ സിനിമയിലാണ് നമ്മൾ കരഞ്ഞു കണ്ടിട്ടുള്ളത്. അദ്ദേഹം കരയുമ്പോൾ കേരളവും കരയും, അത് മറ്റൊരു കാര്യം. പക്ഷേ ഒരു പൊതുവേദിയിലൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നത് നമ്മളങ്ങനെ പലപ്പോഴും കാണാറില്ല. അത് വളരെ വിരളമാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ. പക്ഷേ ഈ അടുത്ത് അങ്ങനെ ഒരു സന്ദർഭം കണ്ടത് ശ്രീനിവാസൻ മരണപ്പെട്ടപ്പോഴായിരുന്നു. അദ്ദേഹം ശ്രീനിവാസൻ്റെ മൃതദേഹത്തിനരികിൽ ഇരുന്നു കൊണ്ട് ഒരക്ഷരം പോലും പ്രതികരിക്കാൻ കഴിയാതെ ഖണ്ഡമിടറിക്കൊണ്ട്, എന്നാൽ തൻ്റെ വിഷമം മുഴുവൻ പരമാവധി ഉള്ളിലൊതുക്കാൻ ശ്രമിച്ചിട്ടും ഇടയ്ക്ക് അത് കൈവിട്ടു പോയി വിങ്ങിപ്പൊട്ടിപ്പോകുന്ന ലാലേട്ടനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം തലകുനിച്ചിരുന്നു കൊണ്ട് തൻ്റെ കൈവിരലുകൾ കൊണ്ട് ആ കണ്ണുനീർ ഒപ്പിക്കളയുന്നത് നമ്മൾ കണ്ടതാണ്. അതേ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മാതാവ് മരിക്കുമ്പോഴും അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹം കാണിച്ച ആ ഒരു മാതൃക, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. തൻ്റെ മുൻപിലേക്ക് വരുന്ന ഓരോ മനുഷ്യരെയും പരിഗണിക്കാനുള്ള ആ ഒരു മാതൃക, അതൊക്കെ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.